യോഗാധ്യക്ഷൻ ഈ സമ്മേളനത്തിൽ മുഖ്യ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നിർവ്വാഹക സമിതി അംഗവും ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലെ ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനുമായിട്ടുള്ള ശ്രീ ജോജി കൂട്ടുമ്മൽ, ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളനത്തെയും ധർണയെയും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടുമിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ അതിവേഗ റെയിൽവേ ഈ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചും അത് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായ രീതിയിൽ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെല്ലാം ഇതിന്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാളിതുവരെയുള്ള സമരപരിപാടികളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ സമരപഥത്തിലേക്ക് വരാൻ ഈ ജനതയാകെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഈ സമരവുമായി വരുമ്പോൾ ചില ആൾക്കാരെങ്കിലും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഇതൊന്നും വരാൻ പോകുന്നില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സമരവുമായി വരുന്നത്? ഇതൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയുന്ന തൽപര കക്ഷികൾ ഈ സമരത്തിൽ അണിനിരക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ ഈ സായാഹ്ന ധർണ കുറുപ്പന്തറയിൽ തന്നെ വേണം എന്ന് നിശ്ചയിച്ചത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. മാഞ്ഞൂർ പഞ്ചായത്തിൽ ഈ അതിവേഗ റെയിൽവേ പാത വരണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ചില തൽപര കക്ഷികളുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സമരത്തിന്റെ സന്ദേശം വന്ന് സമരം ഇങ്ങനെ തുടർന്നു വരുമ്പോഴും ഒരുപക്ഷെ ഈ റെയിൽവേ പാത അടിയന്തരമായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില തൽപര കക്ഷികളുള്ള ഒരേ ഒരു നാട് ഈ കുറുപ്പന്തറയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സമരം ഇവിടെ തന്നെ നടക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതും അതിവിടെ അവതരിപ്പിച്ചത്. ഇവിടെ ഇന്നലെ നമ്മുടെ കേരളത്തിലിറങ്ങിയ മംഗളം ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട്. ഞങ്ങൾ വീണ്ടും വീണ്ടും ആശങ്കയോടുകൂടി, ആദിയോടുകൂടി, വ്യാകുലതയോടുകൂടി ഈ സമരത്തിലേക്ക് വരാനുള്ള കാരണവും അതുതന്നെയാണ്. പലരും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പമാണ്, നിങ്ങളുടെ പക്ഷത്താണ്, ഭയപ്പെടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പലരും ആശ്വാസത്തിന്റെ തൈലം പൂശി വചന പ്രഘോഷണങ്ങളുമായി ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴെല്ലാം ആശ്വാസത്തിന് പകരമായി, ആശയ്ക്ക് പകരമായി നിരാശയാണ് ഞങ്ങൾക്ക് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സമരത്തിന്റെ രൂപവും ഭാവവും എല്ലാം മാറണമെന്നും ഈ സമരം കൂടുതൽ ശക്തിപ്പെട്ടു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഇന്നലത്തെ മംഗളം ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ എല്ലാ നിയമസഭകളിലും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയമാണ്. ഫെബ്രുവരി മാസം അവസാനം കേരള നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് ശ്രീ കെ എം മാണിയുടെ നേതൃത്വത്തിൽ. ആ ബഡ്ജറ്റ് അവതരണത്തിന്റെ മുന്നോടിയായി കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി കേരളത്തിന്റെ ധനകാര്യമന്ത്രി നടത്തിയ ഒരു പ്രീ ബഡ്ജറ്റ് ചർച്ച, ആ പ്രീ ബഡ്ജറ്റ് ചർച്ചയെക്കുറിച്ചുള്ള വാർത്ത ഇന്നലെ മംഗളം ദിനപത്രത്തിൽ വന്നത് ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. എന്താണ് ആ വാർത്ത? കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീ പി ചിദംബരവുമായി നടത്തിയ ചർച്ചയിൽ കേരളത്തിലെ അതിവേഗ തീവണ്ടി നടപ്പിലാക്കാനുള്ള അനുവാദം ചോദിച്ചിരിക്കുന്നു. എങ്ങനെ ഞങ്ങൾ ആകുലതപ്പെടാതിരിക്കും? എങ്ങനെ ഞങ്ങൾ വിഷമിക്കാതിരിക്കും? നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ പൂർവികർ, ഞങ്ങളുടെ പിതാമഹന്മാർ അവരുടെ അധ്വാനവും അവരുടെ വിയർപ്പും അവരുടെ ചോരയും പൊടിച്ച്
പടുത്തുയർത്തിയതാണ് ഞങ്ങളുടെ ചെറുതായിട്ടുള്ള വീടുകൾ, ഞങ്ങളുടെ ചെറിയ തുണ്ട് ഭൂമികൾ. അതിൽ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന ഓരോ വൃക്ഷത്തൈകളുമല്ല ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള മാതാപിതാക്കളുടെ ചോരയാണ്, നീരാണ്. ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം ഉപേക്ഷിച്ചിറങ്ങിപ്പോകണം എന്ന് പറയാനാണ് ഭരണാധികാരികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ വാർത്തയാണ് ഇന്നലെ മംഗളം പത്രത്തിൽ കിട്ടിയത്. കേരളത്തിന്റെ ധനകാര്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഈ അതിവേഗ തീവണ്ടിപ്പാത നടപ്പിലാക്കാൻ എത്രയും പെട്ടെന്ന് അനുമതി തരണം. അതിന്റെ 2 ആഴ്ചകൾക്ക് മുൻപ് ഡൽഹിയിൽ മറ്റൊരു യോഗം ചേർന്നു. ഇന്ത്യ രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും യോഗം. ആ യോഗം ശ്രദ്ധേയമായത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ശ്രീമതി ജയലളിത ആ യോഗം ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തിയതിന്റെ ഭാഗമായിട്ട്. പക്ഷേ ആ യോഗത്തിലും ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയുണ്ട് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു, കേരളത്തിൽ അതിവേഗ തീവണ്ടി എത്രയും വേഗം നടപ്പിലാക്കാനുള്ള അനുമതി തരണമെന്ന്. ഞങ്ങൾ എന്ത് കരുതണം? ഞങ്ങൾ എന്ത് വിശ്വസിക്കണം? ഞങ്ങൾ ആരോട് പോയി പറയണം? ഞങ്ങളുടെ ആശങ്കകൾ ഞങ്ങൾ ഏത് ദൈവത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കണം? ഞങ്ങൾക്ക് ഇന്ന് വിശ്വസിക്കാനുള്ളത് കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ നിലപാടുകളാണ്. ആ ഭരണകൂടം ഈ പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കണം എന്ന നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ആശങ്ക വീണ്ടും വർദ്ധിക്കുന്നു. 3 ദിവസങ്ങൾക്ക് മുൻപ് മാഞ്ഞൂർ സൗത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് വൈകുന്നേരം 4 മണിക്ക് ഹെൽത്തിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഒരാൾ ചെല്ലുകയാണ്. പാന്റും കോട്ടും ഒക്കെ ധരിച്ച് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞു വരികയാണ്. ഈ അതിവേഗ തീവണ്ടി കടന്നുപോകുന്ന പാതയോരത്തെ ചില വീടുകളിൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ലിസ്റ്റിൻ പ്രകാരം ചില വീടുകളിൽ കയറി മാർക്ക് ചെയ്യുകയാണ്. പ്രധാന കട്ടിളപ്പടിയിൽ കറുത്ത മഷി കൊണ്ട് എഴുതി വെക്കുകയാണ്, ഏതോ കോഡ് എഴുതുകയാണ്. എന്നിട്ട് ആ വീട്ടുകാരോടായി പറയുന്നു, ഇത് മായിച്ചു കളയരുത്. ഞങ്ങൾ അന്വേഷിച്ചു. കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തിക്ക് ആരെയും നിയോഗിച്ചിട്ടില്ല. ഞങ്ങൾ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ അന്വേഷിച്ചു. അവിടെ നിന്ന് അത്തരത്തിലൊരു ധാരണയില്ല. ഈ കേരള സംസ്ഥാനത്ത് ഞങ്ങൾക്ക് അന്വേഷിക്കാവുന്ന എല്ലാ ഉറവിടങ്ങളിലും അന്വേഷിച്ചു. പക്ഷെ ആർക്കും അറിയില്ല. അവസാനം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടില് കുടുംബക്കാരിയുമായി ഈ ഉദ്യോഗസ്ഥൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തുറങ്ങിക്കിടന്നിരുന്ന ഭർത്താവ് തന്റെ ഭാര്യയെ വിളിച്ചു ചോദിക്കുന്ന വഴി അത് അതിവേഗ തീവണ്ടിക്കാർ വല്ലതും ആണോ എന്ന് നോക്കണം. ഇത് കേട്ടപ്പോഴേ ഈ ഉദ്യോഗസ്ഥൻ ഇറങ്ങി ഓടുകയാണ്. ആ മാഞ്ഞൂർ സൗത്ത് വഴി ഓടുകയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ഇത് അവസാനിപ്പിച്ചു എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇത് അവസാനിച്ചല്ലോ, നിങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിക്കരുതോ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നവരുണ്ട്. അവരോട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ എങ്ങനെ ഈ സമരം അവസാനിപ്പിക്കും? ഇത്തരത്തിൽ തലയ്ക്ക് മീതെ കുരിശ് ഒന്നൊന്നായി താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിച്ചിട്ട് പോവാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന്, ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഈ അതിവേഗ തീവണ്ടി ഈ കേരളത്തിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നില്ല. ഞങ്ങളുടെ ഈ കൂടത്തിൽ ഈ സമരത്തിൽ, ഈ കുറുപ്പന്തറ കവലയിൽ ഇന്നേ ദിവസം നടക്കുന്ന ഈ സമരത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധു പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധു ഈ സമരത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടല്ല, ഈ സമരത്തിന്റെ ഇരയായിട്ടാണ്. ഭൂമി നഷ്ടപ്പെടുന്ന ഒരു ഇരയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തോടായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ പദ്ധതി വരും എന്ന് പറയുമ്പോൾ ഈ പദ്ധതി കേരളത്തിലെ സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം മുതൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ വന്നിട്ടുള്ളതെല്ലാം നിഗൂഢമായ രീതിയിലുള്ള സർവേകളായിരുന്നു. ജനങ്ങളാരും അറിയുന്നില്ല, ജനപ്രതിനിധികൾ അറിയുന്നില്ല. കേവലം ചില ഉദ്യോഗസ്ഥന്മാർ അതീവ രഹസ്യമായിട്ടാണ് നാളിതുവരെയുള്ള ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അല്പം പോലും സുതാര്യമല്ലാത്ത തരത്തിൽ, അല്പം പോലും സത്യമല്ലാത്ത തരത്തിൽ ജനങ്ങളെ ആകെ കബളിപ്പിച്ച്, ജനങ്ങളുടെ ആകെ വിവേചനാധികാരത്തെയും ചിന്താശേഷിയെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ്
സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായ സാഹചര്യങ്ങളിലാണ് സമരം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടുന്നതിന്റെ ആവശ്യകത ഞങ്ങൾ തിരിച്ചറിയുന്നത്. റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനൽ ഈ അതിവേഗ തീവണ്ടി വേണമോ വേണ്ടയോ എന്ന് ചോദിച്ചുകൊണ്ട് കടുത്തുരുത്തി കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിന്റെ മുറ്റത്ത് ജനപക്ഷം എന്ന പരിപാടിയുടെ ഭാഗമായി ഒരു ചർച്ച സംഘടിപ്പിച്ചു, ചാനൽ ചർച്ച. ആ ചർച്ച പിന്നീട് 2-3 പ്രാവശ്യം ഒരു പുനഃസംപ്രേഷണം ചെയ്ത് ഏറെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു 100-100-ലധികം ജനങ്ങൾ അവിടെ പങ്കെടുത്തു. അതിന് ആ ചർച്ചയുടെ പ്രത്യേകത എന്ന് പറയാനുള്ളത്, അവിടെ കൂടിയ മുഴുവൻ മനുഷ്യരും ഒരാളൊഴികെ ഈ അതിവേഗ തീവണ്ടി വേണ്ട എന്നാവശ്യപ്പെട്ടു. ഒരു കാരണവശാലും അതിവേഗ തീവണ്ടി ഈ കേരളത്തിന് പാടില്ല എന്ന് വസ്തുതകൾ നിരത്തി, സത്യങ്ങൾ നിരത്തി, കണക്കുകൾ നിരത്തി ആവശ്യപ്പെട്ടു. പക്ഷേ അന്ന് ഒരു മാന്യൻ, ഈ കുറുപ്പന്തറക്കാരനായിട്ടുള്ള ഒരാള് അവിടെ വന്ന് വളരെ വീറോടുകൂടി വാദിക്കുകയാണ് അതിവേഗ തീവണ്ടി വേണം. നാട്ടുകാരൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഈ കുറുപ്പന്തറയിലെ ഒരു സംഘടനയുടെ പ്രതിനിധിയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടനയുടെ നേർവഴിയിലൂടെ എല്ലാം അധികാരത്തിൽ വന്ന പ്രസിഡന്റാണ് അദ്ദേഹം. നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് അമേരിക്കയ്ക്ക് പോയ ഒരു മഠമില് അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നുഴഞ്ഞു കയറി വന്ന ആളാണ്. ഭൂരിഭാഗം വരുന്ന വ്യാപാരികളോ വ്യവസായികളോ അംഗീകരിക്കാത്ത ഒരു പ്രസിഡന്റ്. അദ്ദേഹത്തിന്റേതായ രീതിയിൽ ഈ കുറുപ്പന്തറയിലും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള വാർത്താ ബോർഡുകളിൽ അതിവേഗ തീവണ്ടിയുടെ ആവശ്യകതയെക്കുറിച്ച് ജനത്തെ ബോധവൽക്കരിക്കാനെന്ന ഭാഗത്തിൽ നോട്ടീസ് ബോർഡിൽ ചില വാക്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതും വെച്ചുകൊണ്ടാണ് കടുത്തുരുത്തിയിൽ ചർച്ചയ്ക്ക് വന്നത്. ചർച്ചയിൽ എന്തുണ്ടായി എന്ന് കൂടുതൽ സമയമെടുത്ത് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കാരണവന്മാര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമില്ലേ, ആകാശത്തിലൂടെ പോയ വെടിയുണ്ട 7 വെച്ച് കയറി വാങ്ങി എന്ന് പറയാറില്ലേ. 7 വെച്ച് കയറിയില്ലെങ്കിൽ അത് നേരെ എന്ന് പൊക്കോളും. അല്ല, ഈ ഉണ്ട എന്റെ തലയിൽ തന്നെ കേരളമെന്ന വാശിയോടുകൂടി കടുത്തുരുത്തിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ ഇല്ലാതിരുന്ന ഏണി അകലപ്പോയി എടുത്തുകൊണ്ട് വന്ന് അത് വെച്ച് കയറിയിട്ട് ആ ഉണ്ട വെച്ച് വാങ്ങിയത് മാന്യങ്ങളുടെ ഈ നാട്ടില്. ഞങ്ങൾ അദ്ദേഹത്തോടായി പറയുന്നു, അദ്ദേഹത്തിന്റെ സംഘടനയിലെ മറ്റാരെങ്കിലും അദ്ദേഹത്തിന്റെ പക്ഷം പിടിക്കുന്നുണ്ടെങ്കിൽ അവരോടും കൂടിയായി പറയുന്നു, ഞങ്ങൾ ആർക്കുമെതിരായി സമരം നടത്തുന്നവരല്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സമരം നടത്തുന്നവരാണ്. ഞങ്ങളുടെ മണ്ണും വിണ്ണും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സമരം നടത്തുന്നവരാണ്. ഞങ്ങളുടെ കുഞ്ഞു പിള്ളേരെയുമായിട്ട് കുട്ടികളെയുമായി ഈ തെരുവില് പാണ്ടക്കെട്ടുകളുമായി പലായനം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരാണ്. അങ്ങനെ മണ്ണ് നഷ്ടപ്പെടുന്നവന്റെ വേദന അറിയാത്ത, വിണ്ണു നഷ്ടപ്പെടുന്നവന്റെ വേദന അറിയാത്ത, ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ അപകടത്തിലായാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അല്പം പോലും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഇത്തരത്തിലുള്ള ചില പ്രമാണിമാർ, അവര് വലിയ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ഞങ്ങൾക്ക് എതിർപ്പില്ല, ബഹുമാനമുണ്ട്. വലിയ പ്രമാണിയാണ് ഈ നാട്ടിലെ, വലിയ ഭൂതമയാണ് ഈ നാട്ടിലെ. ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ തർക്കവുമായിട്ട് വരുമ്പോൾ താൻ തർക്കിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ABCD 26 അക്ഷരം പഠിച്ചില്ലെങ്കിലും ഒരു 7 പഠിച്ചുകൊണ്ട് വരണ്ടേ? വർത്തമാനം പറയാനറിയാം, അല്ലെങ്കിൽ 2-3 വാക്കുകൾ കൂട്ടിച്ചേർത്ത് എഴുതാമെന്ന് കരുതി ജ്ഞാനപീഠ ജേതാക്കളെ പോലെയാണ് ചില ആൾക്കാർ പെരുമാറുന്നത്. അങ്ങനെ പെരുമാറാൻ പറ്റൂ? അങ്ങനെയൊന്ന് പെരുമാറാൻ പറ്റൂ? അത്തരക്കാർക്ക് ചില വിശ്വാസമുണ്ട്. നമ്മുടെ നാട്ടിലെ ചില പക്ഷികളില്ലേ, പാടത്തിന്റെ വരമ്പത്ത് കയറിയിരുന്ന് ഇങ്ങനെ വാലിട്ടൊരു കുണുക്കുണ്ട്. ആ കുണുക്ക് കഴിഞ്ഞ് നേരെ ഒരു നോട്ടമുണ്ട്. അപ്പൊ പക്ഷിയുടെ ധാരണ എന്താണ്? താൻ കുണുക്കുന്ന കൂടത്തിൽ ഈ നാടും ഈ പാടവും മുഴുവൻ അങ്ങ് കുണുങ്ങിപ്പോവുകയാണെന്ന്. ഇല്ല, മാറാലയും ചെമ്പല്ലിയും മേൽക്കൂര താങ്ങുമ്പോഴുള്ള മാറാലയ്ക്കും ചെമ്പല്ലിക്കും ഒരു ധാരണയുണ്ട്. പക്ഷെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്നത് മാറാലയല്ല എന്ന് മനസ്സിലാക്കണം. ഒരു കാറ്റടിച്ചാൽ പൊഴിഞ്ഞു പോകുന്നതാണ് മാറാല. ആ മാറാലയ്ക്ക് തൂങ്ങിക്കിടക്കുന്നിടത്തോളം കാലം കരുതാം, ഈ മേൽക്കൂരയെ താങ്ങി നിർത്തുന്നത് ആ മാറാലയാണെന്ന്. പക്ഷെ തിരിച്ചറിവുണ്ടാവണ്ടേ? തിരിച്ചറിവുണ്ടാവണം. ഞങ്ങൾ പൊതുവേദിയിൽ സംവാദത്തിന് തയ്യാറാണ്. അതിവേഗ തീവണ്ടി എന്തുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നുവെന്ന് പൊതുവേദിയിൽ
ചർച്ചയ്ക്കും സംവാദത്തിനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ മാന്യമായ രീതിയിൽ വിഷയം പഠിച്ചതിന് ശേഷം അത് ഈ നാടിന് ഗുണകരമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം വേണം ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കാളികളാവാൻ. അതുകൊണ്ട് ബഹുമാന്യരായ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളോട് ഞാൻ വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. അസമയത്ത് പിറന്ന, പ്രായം ചൊല്ലാതെ അല്ലെങ്കിൽ സമയം പൂർത്തിയാകാതെ പിറന്ന ഇത്തരത്തിലുള്ള ചില അല്പായുസുക്കൾ, ഇത്തരത്തിലുള്ള ചില നെറികെട്ട സന്തതികൾ നിങ്ങളുടെ സംഘടനയുടെ വലപ്പത്തുണ്ടെങ്കിൽ അത് അവരെ മാത്രമല്ല നിങ്ങളുടെ സംഘടനയെക്കുറി സാരമായി ബാധിക്കും എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഒരു തെങ്ങിന്റെ കൊലയിൽ ഉണ്ടാകുന്ന എല്ലാ തേങ്ങയും ഒരേപോലെ ഇരിക്കണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. അതിലൊന്ന് രണ്ടെണ്ണമൊക്കെ കാറ്റുകേടായി പോവും. കാറ്റുകേടായതിനെ കാറ്റുകേടായതായി തന്നെ കരുതി ദൂരക്കളയാൻ നാം പഠിക്കണം. അത് ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ ആ തേങ്ങയുമായി നമുക്ക് ശബരിമലയ്ക്ക് പോകേണ്ടതായിട്ട് വരും. ശബരിമലയിൽ കാറ്റുകേടായ തേങ്ങയുമായി പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അനുഭവം എന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. തുറന്ന സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. തുറന്ന അഭിപ്രായ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. വേറൊരു കാര്യവും കൂടി സൂചിപ്പിക്കാൻ, ഈ സമരം ആരംഭിച്ച സമയം മുതൽ 400 പഞ്ചായത്തിലെ 2-3 പഞ്ചായത്ത് മെമ്പർമാർ, ചില നിക്ഷിപ്ത താൽപര്യക്കാരായിട്ടുള്ള 2-3 പഞ്ചായത്ത് മെമ്പർമാർ, ഒന്ന് ശ്രീ ബിനോയ് വെള്ളാപ്പള്ളി, മറ്റൊന്ന് ശ്രീ ബിനോ സക്കറിയാസ്, മറ്റൊന്ന് ശ്രീ സണ്ണി മണിത്തൊട്ടിൽ, പിന്നെ ഇപ്പോഴത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ ചാക്കോ മത്തായി. ഈ 4 പേരുടെയും വാർഡിന്റെ പരിധിയിലൂടെ ഈ റെയിൽവേ പാത കടന്നു പോകുന്നില്ല. ഈ 4 പേരുടെയും വീടിന്റെ സമീപത്തുകൂടി ഈ റെയിൽവേ പാത കടന്നു പോകുന്നില്ല. അവരെ ആരെയും ഒരു അർത്ഥത്തിലും ബാധിക്കുന്നില്ല. പക്ഷേ അവര് ഈ നാട്ടില് നമ്മുടെ പുണ്യാളച്ചന്മാരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് നാളെ മുതൽ ഞങ്ങൾ ഈ ചില്ലുകൂട്ടിൽ അങ്ങ് ഇരിക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന, സ്വയം പ്രഖ്യാപിക്കുന്ന ചില തരത്തിലേക്ക് വരികയാണ്. തിരിച്ചറിയാൻ കഴിയണം. ഞങ്ങൾക്ക് ഇവരെ ആരെയും അറിയാൻ വയ്യാത്തവരല്ല. ഈ 4 പഞ്ചായത്ത് മെമ്പർമാരെയും നന്നായി അറിയാവുന്നവരാ ഞങ്ങൾ. അവരുണ്ടായ കാലം മുതൽ അവരൊന്ന് ജീവിച്ചിരിക്കുന്ന കാലവും അവരുണ്ടായ സാഹചര്യങ്ങൾ പോലും വളരെ നന്നായി അറിയാവുന്നവരാണ്. ഞങ്ങളെ കൊണ്ട് കൂടുതൽ വർത്തമാനം പറയിപ്പിക്കരുത്. കൂടുതൽ വർത്തമാനം പറയിപ്പിക്കേണ്ട ഒരു സ്ഥിതി വന്നാൽ കാര്യങ്ങൾ ഒട്ടേറെ വളരെ വേഗത്തിൽ അപകടത്തിലേക്ക് പോകും. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ സമരവുമായി ഞങ്ങൾ വന്ന കാലം മുതൽ ഈ സമരസമിതിക്കെതിരായി നിലപാടെടുക്കുന്നവരാ. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം ശ്രീ ബിനോയ് വെള്ളാപ്പള്ളിയുടെ ലെറ്റർ പാഡിൽ കോട്ടയത്തെ പോലീസ് ചീഫിന് ഒരു പരാതി, ലെറ്റർ പാഡിലാണ് പരാതി. ആ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നവർ ഈ 4 പേരുണ്ട്. എന്താ പരാതി? ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതിനു മുൻപ് നമ്മുടെ നാട്ടിൽ നടത്തിയ മാർക്കിംഗ്, HSRCയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർക്കിംഗ് കേരള സംസ്ഥാനത്ത് ഞങ്ങൾ മായ്ക്കാൻ പോകുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം സമരക്കാരുടെ നേതൃത്വത്തിൽ ഇത് മായിച്ചു. ഒരു തർക്കവും ഈ കാര്യത്തിൽ പകൽവട്ടത്തിലാണ് മായിച്ചത്. പകൽവട്ടത്തിൽ ജനങ്ങൾ കൂടി വന്നാണ് മായിച്ചത്. ഇതിന്റെ ഇരകളും ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരും കൂട്ടത്തോടെ വന്നാണ് മായിച്ചത്. കരുത്തുരുത്തി പോലെയുള്ള പ്രദേശങ്ങളിൽ ചെണ്ട കൊട്ടി വിളംബരം നടത്തിയാണ് മായിച്ചത്. ബഹുമാനപ്പെട്ട അധികാരികളുടെ മുന്നിൽ വെച്ചാ മായിച്ചത്. മായിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടാ മായിച്ചത്. ഞങ്ങള് ആരുടെയും മുന്നിൽ ഓച്ചാനിച്ചു നിന്നല്ല ചെയ്തത്. തലയിൽ മുണ്ടിട്ടുകൊണ്ടല്ല ഇത് ചെയ്തത്. പകൽ വെളിച്ചത്തിൽ പരസ്യമായിട്ടാ ചെയ്തത്, പ്രഖ്യാപിച്ചിട്ടാ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ ബിനോയ് വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു പരാതി, മായിച്ചവർക്കെതിരായിട്ട് നടപടിയെടുക്കണം. PDPP ആക്ട് അനുസരിച്ച് കേസെടുക്കണം. 50 കോടി രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്, അത് ഈ മായിച്ചവരിൽ നിന്ന് ഈടാക്കണം എന്നൊക്കെ പറഞ്ഞ് പോലീസ് ചീഫിന് ഒരു പരാതി, അവസാനത്തെ പരാതിയാണ്. അതിന് മുൻപിക്കൂട്ടരുടെ ഒരു പരാതി വന്നു. പരാതി എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മള്ളിയൂർ ക്ഷേത്രത്തിന്റെയും കടുത്തുരുത്തിയിലെ പള്ളിയുടെയും സമീപത്തൊരു വ്യാജ മാർക്കിംഗ് വന്നു. അതിവേഗ തീവണ്ടിക്കെതിരായിട്ടുള്ള സമരം ശക്തമായി നിൽക്കുന്ന സമയത്ത്, ജനങ്ങളായി ഈ സമരത്തിലേക്ക് ഇരച്ചെത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വ്യാജ മാർക്കിംഗ് ഉണ്ടാവുന്നത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറയാം, ഇത് മള്ളിയൂർ ക്ഷേത്രത്തിന്റെ ബൗണ്ടറിയിലല്ല ഈ മാർക്കിംഗ് കാണപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും ആ മാർക്കിംഗ് ഉണ്ട്. മള്ളിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മള്ളിയൂർ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥർ ആരും പരാതി കൊടുത്തിട്ടില്ല.
കടുത്തുരുത്തി പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളി അധികാരികളോ പള്ളി കമ്മിറ്റിക്കാരോ പരാതി കൊടുത്തിട്ടില്ല. അവർക്കാർക്കും ഈ വ്യാജ മാർക്കിങ്ങിൽ ഒരു അസ്വാഭാവികതയും കണ്ടില്ല. അങ്ങനെ മഞ്ഞ നിറത്തിലുള്ള ഒരു വര വന്നു എന്ന് കരുതി മതസൗഹാർദ്ദം തകരുമെന്ന് പള്ളിയിലെ പുരോഹിതനോ അമ്പലത്തിലെ പൂജാരിക്കോ നാളിതുവരെ ബോധ്യമുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വ്യാജ മാർക്കിങ്ങും വന്നതുമായി ബന്ധപ്പെട്ട് ഒരു മതസൗഹാർദ്ദം തകരുകയോ ഒരു മതനിന്ദയുണ്ടാവുകയോ ചെയ്യുമെന്ന് ആ അമ്പലവും പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കും നാളിതുവരെ തോന്നിയില്ല. പക്ഷെ നമ്മുടെ പഞ്ചായത്തിലെ മേൽപ്പറഞ്ഞ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഈ വര കണ്ടതിന്റെ 24 മണിക്കൂർ പൂർത്തീകരിക്കുന്നതിന് മുൻപ് ബോധോദയുണ്ടായി. ബിനോയ് വെള്ളാപ്പള്ളി രാത്രിയിൽ കിടന്നപ്പോൾ ഞെട്ടി ഉണർന്നു. വര കാണുന്നത് വൈകുന്നേരമാണ് ഇതിന്റെ വാർത്ത വരുന്നത്. രാത്രിയിൽ ബിനോയ് വെള്ളാപ്പള്ളി ഞെട്ടി ഉണർന്നു. ഈ വര കുഴപ്പമുണ്ടാക്കും. ഏതു വര? മഞ്ഞ വര കുഴപ്പമുണ്ടാക്കും. ബിനോയ് വെള്ളാപ്പള്ളിക്ക് ബോധോദയം. ഞെട്ടി ഉണർന്നു എന്ന് മാത്രമല്ല, അവിടെ വെച്ച് പരാതി എഴുതി. പണ്ട് ചില കവികളൊക്കെ എങ്ങനെ ചില സമയത്തെ നല്ല ചിന്തകൾ വരും. ചിന്ത വരുന്ന സമയത്ത് എവിടെയാണ് അവിടെ വെച്ചത് എഴുതും. പിന്നീട് ചിലപ്പോൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. ബിനോയ് വെള്ളാപ്പള്ളി അങ്ങനെ ഷെയ്സ്പിയറിനെയും ഗീറ്റ്സിനെയും ഷെല്ലിയെയും എല്ലാം ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിൽ രാത്രിയിൽ ഞെട്ടിയുണർന്ന് പരാതി എഴുതി. എന്താണ്? മതസൗഹാർദ്ദം തകരാൻ പോകുന്നു. മല്ലിയൂരിലെയും മണ്ണാറപ്പാറയിലെയും എല്ലാം മതസൗഹാർദ്ദം തകരാൻ പോകുന്നു. മല്ലിയൂർ ഗണപതി വിഘ്നേശ്വരൻ എല്ലാ തടസ്സങ്ങളെയും മാറ്റാൻ ശേഷിയുള്ള ആ മഹാഗണപതിയുടെ മുന്നിലേക്കിതാ മതസൗഹാർദ്ദത്തിന്റെ എല്ലാ അതിരും പൊട്ടിയൊഴുകി മലവെള്ളപ്പാച്ചിലുണ്ടാവാൻ പോകുന്നു. അമ്മാരെ പരാതി എഴുതി കൊടുത്തു. മതസൗഹാർദ്ദം തകരുമെന്ന് ബിനോയ് വെള്ളാപ്പള്ളിക്കും ശ്രീ ബിനോ സക്കറിയാസിനും സണ്ണിമണിത്തൊട്ടിക്കും എങ്ങനെ ബോധമുണ്ടായത്? മതസൗഹാർദ്ദം തകരണമെന്നുണ്ടെങ്കിൽ മല്ലിയൂരുകാർക്ക് വേണ്ടേ ബോധമുണ്ടാവാൻ? കടുത്തുരുത്തി പള്ളിയിലെ വികാരിയച്ഛന് പള്ളി വിശ്വാസികൾക്ക് വേണ്ടേ ഉണ്ടാവാൻ? പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഈ ഒരു ബോധം ഈ കടുത്തുരുത്തിയുടെ ജനപ്രതിനിധിക്കു കൂടി ഉണ്ടായിപ്പോയി എന്നുള്ളത് ഞങ്ങൾ വിനയത്തോടും വേദനയോടും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വര കണ്ടതിന്റെ പിറ്റേന്ന് രാവിലെ ആരാ വരുന്നത്? IG പത്മകുമാർ. വര കണ്ടതിന്റെ പിറ്റേന്ന് രാവിലെ മല്ലിയൂരേക്ക് ആര് വരുന്നു? IG പത്മകുമാർ. പത്മകുമാർ എന്ന് പറയുന്ന IG പോലീസ് സേനയിലെ ചെറിയ ആളാണോ? ചെറിയ തൊപ്പിയും ചെറിയ നക്ഷത്രമുള്ള ആളാണോ? വലിയ നക്ഷത്രവും എണ്ണത്തിൽ കൂടുതൽ നക്ഷത്രവും മാന്യമായ രീതിയിൽ ഒരു പദവി അലങ്കരിക്കുന്ന ആളല്ലേ? അദ്ദേഹം പറന്നെത്തി. അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഏതാണ്ട് ഒരു സുരേഷ് ഗോപി സിനിമയുടെ സ്റ്റൈലില് പോലീസിന്റെ പടയോട്ടം, ആംബുലൻസ് വരുന്നു, ഫയർഫോഴ്സ് എഞ്ചിൻ വരുന്നു. ജനങ്ങളാകെ ഭീതിയിലായി. ജനങ്ങളാകെ ഭയപ്പെട്ട് കുറുപ്പന്തറ വഴി ഫയർഫോഴ്സിന്റെ വണ്ടികൾ പുറക്കുകയാണ്. അതിന്റെ പുറകെ ആംബുലൻസ് പുറക്കുകയാണ്. 100 കണക്കിന് പോലീസ് വാഹനങ്ങൾ ചെതറി ഓടുകയാണ്. ജനം മനസ്സിലാക്കി എന്തോ കുഴപ്പമുണ്ട്. എല്ലാവരും വന്നതെന്തിനാ? എല്ലാവരും പാഞ്ഞെടുത്തതെന്തിനാ? എങ്ങാനും മതസൗഹാർദ്ദം എന്ന് പറയുന്ന നേർത്ത രേഖ പൊട്ടിപ്പോയാൽ തടയണ്ടേ? അങ്ങനെ തടയാൻ, അങ്ങനെ പൊട്ടിയാൽ അത് തടയുന്നതിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പർമാർ, കടുത്തുരുത്തിയിലെ ജനപ്രതിനിധി അടക്കം അവിടെ വന്ന് നിന്നിട്ട് അന്വേഷണം ത്വരിതപ്പെടുത്തണം, പ്രതികളെ കണ്ടെത്തണം എന്നെല്ലാം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വാർത്തയായി, കുഴപ്പങ്ങളായി, മറ്റതായി മറിച്ചതായി പ്രശ്നങ്ങളായി. അന്വേഷണം വന്നു, പോലീസ് അന്വേഷിച്ചു, വലിയ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു. പക്ഷെ അന്വേഷണം എവിടെ എത്തി എന്ന് ആർക്കും അറിയില്ല. അപ്പോഴാണ് ചാനൽ ചർച്ചയിൽ ഈ ഇവിടുത്തെ മുൻ MLA ശ്രീ സ്റ്റീഫൻ ജോർജ് കടുത്തുരുത്തിയിലെ ജനപ്രതിനിധിയോടായി ചോദിച്ചു, അന്വേഷണം എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജനപ്രതിനിധി പറഞ്ഞു, അത് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. എന്നാ പിന്നെ പിടിക്കരുതോ? ഉടനെ ജനപ്രതിനിധിയുടെ ഒരു ചോദ്യം, എന്നാ പിടിപ്പിച്ചേക്കട്ടെ. ഇവിടെ ആർക്കാണ് തർക്കം? ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഇതിനെതിരായി പരാതി പോയിട്ടുള്ളവർ, ഇത് മതസൗഹാർദ്ദം തകർക്കുമെന്ന് പറയുന്നവർ, ഇത് മാനവികതയെ ബാധിക്കുമെന്ന് പറയുന്നവർ, മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന് ഭംഗം വരുമെന്ന് പറയുന്നവർ, അവർക്കുകൂടി ഈ വ്യാജ മാർക്കിങ്ങിൽ പങ്കില്ലേ എന്ന് ന്യായമായി സംശയിക്കുന്നത്. അങ്ങനെ ഒരു വ്യാജ മാർക്കിംഗ് നടത്തി, കുറെ അന്വേഷണം നടത്തി, ഇതിന്റെ നേതൃത്വത്തിലുള്ളവരെ ചോദ്യം ചെയ്ത് കുറെ പേരെ പോലീസ് പിടിച്ച് ബഹളം വെച്ച് കഴിഞ്ഞാൽ ഈ സമരം അങ്ങോട്ട് പെട്ടെന്ന് ചോർന്നൊലിച്ചു പോകുമെന്നാണ് കരുതിയത്. എന്തേ കാര്യങ്ങൾ വഴിക്ക് വരാത്തത്?
കാര്യങ്ങൾ എന്താണ് വഴിക്ക് വരാത്തത്? അപ്പൊ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനെതിരായി ഈ അതിവേഗ തീവണ്ടി വേണ്ട എന്ന് പറഞ്ഞ് സമരം നടത്തുന്നവർക്കെതിരായി ഒരു നിഗൂഢ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അത് മിക്കവാറും മാഞ്ഞൂർ പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളാണ് അതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ചരിത്രം നമ്മൾ പരിശോധിക്കട്ടെ. ഈ പരാതിക്കാരായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെ ചില ചരിത്രം 10-18 കേസുള്ള പഞ്ചായത്ത് മെമ്പറുണ്ട് ഇതിനകത്ത്. തടിക്കച്ചവടമായിരുന്നു ജോലി. തടി വെട്ടി ലാഭം കിട്ടിയപ്പോൾ ലാഭം പോരാ എന്ന് മനസ്സിലാക്കി സർക്കാരിന്റെ വനത്തിൽ കയറി ചന്ദനം വെട്ടി. ചന്ദനം വെട്ടി പിടിച്ചു. കേസാണ്. ഈ കേസ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ കേസിൽ നിന്നും ഊരണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു സുഖശീതളിമയുടെ ആവശ്യമുണ്ട്. അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള മുഴുവൻ കേസിൽ നിന്ന് ഊരിപ്പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മൃദുവായിട്ടുള്ള ഒരു തലോടൽ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു തലോടലിന് വേണ്ടി നെറികെട്ട പണി കാണിക്കുകയാണ് ചില പഞ്ചായത്ത് മെമ്പർമാർ. ഞങ്ങൾ ചോദിക്കട്ടെ, ഇതിന്റെ പിന്നിലെ സാമ്പത്തിക താൽപര്യമല്ലാതെ മറ്റെന്താണ് ഇവർക്കുള്ളത്? HSRC എന്ന് പറയുന്ന സ്ഥാപനം ഇത് ഇവിടെ നടപ്പിലാക്കാൻ, ജപ്പാനിലെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും കൈക്കൂലി കൊടുക്കാൻ അവർ തയ്യാറാണ്. ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ അവർ തയ്യാറാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിക്കൊണ്ടുവരികയാണ് ഞങ്ങളുടെ നാട്ടിൽ. എന്തേ? ഉദ്യോഗസ്ഥന്മാര് വന്ന അളക്കലാണ്. നാട്ടുകാർ ചോദിച്ചു, എന്താണ് ഇത്? ഇറിഗേഷന്റെ പരിപാടിയാണ്. ഇറിഗേഷന്റെ പരിപാടി ഇവിടെ ഇതുവരെ പ്ലാനിലും പദ്ധതിയിലും ഇല്ലല്ലോ. അല്ല, പുതിയ പദ്ധതിയാണ്. ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാം അന്വേഷിച്ചു. അങ്ങനെ ഒരു പദ്ധതിയില്ല. ഉദ്യോഗസ്ഥന്മാരെയുമായി പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വരികയാണ്. അപ്പൊ മാഞ്ഞൂർ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം, അതിലെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിക്ഷിപ്തമായിട്ടുള്ള സാമ്പത്തിക താൽപര്യങ്ങളുടെ ഭാഗമായി ഈ സമരത്തെ ദുർബലപ്പെടുത്താൻ, ഈ സമരസമിതിയുടെ പ്രവർത്തനങ്ങളെ വക്രീകരിച്ചു കാണിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾ തുടരുകയാണ്. ആ നിലപാടുകൾ തുടരുന്നവരോടായി ഞങ്ങൾ പറയുന്നു, സാമ്പത്തികം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മിസ്റ്റർ ബിനോയ് വെള്ളാപ്പള്ളി, ഈ രാജ്യത്ത് പണമുണ്ടാക്കാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ചന്ദനം വെട്ടി പണമുണ്ടാക്കാമെന്ന് വ്യാമോഹിച്ചു പോയ ആളല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് ഈ നാട്ടിൽ പണമുണ്ടാക്കാൻ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? ആ മാർഗങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യനെ അവൻ പിറന്ന മണ്ണിൽ നിന്ന് കുടിയിറക്കാൻ അവന്റെ ഉള്ള കാണ്ടക്കെട്ടുകളുമായി ഈ തെരുവോരത്ത് വീടുകെട്ടുന്നയിൽ മരച്ചോട്ടിൽ അഭയാർത്ഥികളായി മഞ്ഞത്തും വെയിലത്തും മലയത്തും കിടക്കേണ്ടുന്ന ഒരു ദുരന്തപൂർണമായിട്ടുള്ള സ്ഥിതിയിലേക്ക് തള്ളിവിട്ടിട്ട് വേണോ നിങ്ങൾക്ക് പണമുണ്ടാക്കാൻ? അങ്ങനെ വേണോ നിങ്ങൾക്ക് പണമുണ്ടാക്കാൻ? നിങ്ങളുടെ സാമ്പത്തിക സോഴ്സുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരസമിതി പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പരാതിപ്പെടാവുന്നതല്ല, ജനാധിപത്യ മാർഗങ്ങളും ഉപയോഗിച്ച് നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. കാണണ്ടേ? അപ്പം ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഒരു ജനത കുടിയിറക്കപ്പെടുകയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, കക്ഷി രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഒരു ജനത മാത്രമല്ല, അവരുടെ മനസ്സിൽ അവർ കുടിയിരുത്തിയിരിക്കുന്ന വിഗ്രഹങ്ങൾ നഷ്ടപ്പെടുകയാണ്. അവരുടെ ആശ്വാസത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ആരാധനാലയങ്ങൾ നഷ്ടപ്പെടുകയാണ്. അവരും അവരുടെ തലമുറയും വിദ്യാഭ്യസിച്ച കലാക്ഷേത്രങ്ങൾ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുത്തി ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ അട്ടിമറിച്ച്, പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥകളെ അട്ടിമറിച്ച് ഈ പദ്ധതി കേരളത്തിൽ വേണ്ട എന്ന് കണക്ക് സഹിതം വളരെ ആധികാരികമായി ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ബോധ്യപ്പെട്ടതിന് ശേഷവും ഇനിയും ഇത് വേണം എന്ന വാദവുമായി ആരെങ്കിലും വന്നാൽ അത്തരക്കാരെ ഏതു വിധത്തിൽ കാണണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അത്തരക്കാരെ ഏതു വിധത്തിൽ നേരിടണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവരാ, കയ്യും കാലും തടിക്കുന്നവരാ. ഞങ്ങളുടെ മുന്നിൽ ആരാഖയുടെ വേഷത്തിലെത്തുന്ന ചെകുത്താന്മാരെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട്. ഞങ്ങൾ ഒന്നും അറിയാതെ പോകുന്നവരല്ല. എല്ലാം അറിയുന്നതിന് വേണ്ടി കണ്ണ് തുറന്നു പിടിച്ച് കാതുകൾ തുറന്നു വെച്ച് മുന്നോട്ട് പോകുന്നവരാ ഞങ്ങൾ. ഞങ്ങൾക്കെതിരെ വരാൻ സാധ്യതയുള്ള എല്ലാ ശക്തികളെയും ശത്രുക്കളെയും എങ്ങനെ വെറുക്കണമെന്നോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഉത്തമമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വേദന തിരിച്ചറിയാൻ, ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ തിരിച്ചറിയാൻ, ഞങ്ങളെ കുടിയിറക്കാൻ ഭരണകൂടമെടുക്കുന്ന നെറികെട്ട നിലപാടുകളെ നിഗൂഢമായിട്ടുള്ള താൽപര്യക്കാർ
വികാരം തിരിച്ചറിയാൻ ഈ നാട് സന്നദ്ധമാവണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഹള്ളിയൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ വരെ വന്നപ്പോൾ, അടുത്തുരുത്തി പള്ളിയുടെ സമീപത്ത് വരെ വന്നപ്പോൾ ഒട്ടിയൊഴുകിയ വികാരങ്ങളും ആ വികാര ജീവികളെയും അതിനു മുൻപ് ഞങ്ങളുടെ വീടുകളിൽ വരെ വന്നപ്പോൾ കണ്ടില്ല. ഈ പാത, ഈ റൂട്ട് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ അമ്പലങ്ങളിലും പള്ളികളിലും ആദ്യമായി HSRC എന്ന മാർക്ക് ചെയ്ത് വരച്ച് ഞങ്ങളെ കുടിയിറക്കാനുള്ള ലൈസൻസ് കൊടുത്തപ്പോൾ ഈ വികാര ജീവികളെ ഞങ്ങൾ കണ്ടില്ല. അന്നൊരു മതവികാരവും വ്രണപ്പെടും എന്നാരും പറഞ്ഞു കേട്ടില്ല. ഇന്നെന്തേ മതവികാരം വ്രണപ്പെടുന്നു? ഇന്നെന്തേ ജനാധിപത്യം തകരുന്നു? ഇന്നെന്തേ മതവിദ്വേഷം ഉണ്ടാകാൻ പോകുന്നു? ഇതെല്ലാം നിക്ഷിപ്ത താൽപര്യക്കാരുടെ സ്വപ്നങ്ങൾ മാത്രമാണ്. ഇതെല്ലാം നിക്ഷിപ്ത താൽപര്യക്കാരുടെ ചിന്തകൾ മാത്രമാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ വിലപ്പോകില്ല. ഈ പരിപ്പൊന്നും ഈ നാട്ടിൽ വേകാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട്, ഈ സമരത്തിന്റെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അങ്ങനെ നിലപാട് സമരക്കാരോടൊപ്പം നിന്നെടുക്കുമ്പോഴും അപ്പുറത്ത് ഭരണകൂടത്തിന്റെ ഭാഗമായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുവരുന്നതിനു വേണ്ടി, ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടി ഗൂഢമായിട്ടുള്ള പരിശ്രമങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട് എന്നും ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ ഈ നാട്ടിൽ, ഈ ജനിച്ച മണ്ണിൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ചോരയും കണ്ണീരും അവരുടെ വിയർപ്പും കൊണ്ട് ധന്യമായി പൊന്നുവിളയിച്ചെടുത്ത ഈ ഞങ്ങളുടെ മണ്ണിൽ, അവിടെ ഞങ്ങൾ പടുത ഞങ്ങളുടെ അധ്വാനം കൊണ്ട് ഞങ്ങൾ പടുത്തുയർത്തിയ ഞങ്ങളുടെ കുടിലുകളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ആ വീടുകളിൽ നിന്ന് ഞങ്ങളെ ഒരു രാത്രി ഞങ്ങളുടെ ഉറക്കം കെടുത്തി ഞങ്ങളെ പുറത്തിറക്കി വിടാൻ തയ്യാറായാൽ ഈ സമരം, ഈ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ വന്നയന്ന് മുതൽ ഉറക്കം നഷ്ടപ്പെട്ട ഒരു ജനതയാണ്. രാത്രിയിൽ ചാടിയെഴുന്നേറ്റ് സ്വപ്നം കാണുന്ന ജനതയാണ്. എല്ലാം നഷ്ടപ്പെട്ടിറങ്ങിപ്പോകേണ്ടുന്നവന്റെ നെടുവീർപ്പുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഒരു ജനതയാണ്. ഞങ്ങളുടെ മുന്നിൽ കിനാനൂരിലെ ജനതയുണ്ട്. ഞങ്ങളുടെ മുന്നിൽ ഇതിനു മുൻപ് വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുകയും എന്നാൽ ഇതുവരെ പുനരധിവാസം കിട്ടാതെ കിടന്ന ജനതയും ഞങ്ങളുടെ മുന്നിലുണ്ട്. അവരുടെ വേദനകൾ, അവരിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ ഞങ്ങളെയും ആകുലരാക്കുകയാണ്. ഞങ്ങളുടെ ആദിയും വ്യാധിയും വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരപഥത്തിൽ ഞങ്ങൾ അടിയുറച്ച് മുന്നോട്ട് പോകും എന്നും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളെ പിറന്ന നാട്ടിൽ നിന്ന് ഇറക്കിവിടാൻ, ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളെ ഇറക്കിവിടാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയുമായി ഭാണ്ഡക്കെട്ടുകളുമായി അഭയാർത്ഥികളെ പോലെ ഈ നാട്ടിൽ, ഈ തെരുവിലേക്ക് ഞങ്ങളെ വലിച്ചെറിയാൻ ഭരണകൂടം വികസനത്തിന്റെ ഭാഗമായി, വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ജനതയെ, അവന്റെ ആത്മാവിനെ, അവന്റെ മനസ്സിനെ, അവന്റെ മസ്തിഷ്കത്തെ, അവന്റെ സർവസ്വത്തെയും നശിപ്പിച്ചു, തീയിട്ട് നശിപ്പിച്ച് ഈ നാട്ടിൽ അതിവേഗ പാത കടന്നു വന്നാൽ മാത്രമേ ഈ നാട് വികസിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്നവർ, ഈ വികസനത്തിന്റെ പുതിയ പേരാളികൾ, അവർ ഈ നാടിന്റെ ശത്രുക്കളായി ഞങ്ങളുടെ മുന്നിൽ നാട്ടിലെ ജനങ്ങളുടെ എതിരാളികളായി കടന്നു വരുമ്പോൾ അവർക്കെതിരായി, ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരായി, ഭരണകൂടത്തിന്റെ നെറികേടുകൾക്കെതിരായി, ഭരണകൂടത്തിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി അവരുടെ ബദിരകരണങ്ങളിലേക്ക് ഇടിമുഴക്കങ്ങൾ പോലെ ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ഡിമാൻഡുകളും അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ബദിരകരണങ്ങളെ തുറക്കാൻ, അടഞ്ഞിരിക്കുന്നു എന്നവർ കരുതുന്ന അവരുടെ തുറന്നിരിക്കുന്ന കണ്ണുകളിലേക്ക് ജ്വാലകളായി കടന്നു വരാൻ, സമരജ്വാലകൾ ഉയർത്തുന്നതിനു വേണ്ടി ഞങ്ങൾ സമരപാതയിലാണ്. എല്ലാം നഷ്ടപ്പെട്ടവരുടെ വേദനയുമായി, എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നവരുടെ വേദനയുമായി ഞങ്ങൾ സമരപാതയിലാണ്. ഞങ്ങളുടെ സമരത്തിന് ഈ നാടിന്റെയാകെ പിന്തുണയുണ്ടാവണം. ഇത് ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ഞങ്ങളുടെ സമരമല്ല. ഈ കേരളത്തിലെ 3.25 കോടി ജനതയ്ക്ക് വേണ്ടിയുള്ള സമരമാണ്. കേരളത്തെ കടക്കണിയിലേക്ക് നയിക്കുന്ന ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരായിട്ടുള്ള സമരമാണ്. കേരളത്തിന്റെ പ്രകൃതിയെയും കേരളത്തിന്റെ ജൈവാവാസ വ്യവസ്ഥകളെയും തകിടം മറിക്കുന്നതിനെതിരായിട്ടുള്ള സമരമാണ്. ഈ കേരളത്തിലെ ഊർജ്ജ പ്രതിസന്ധിയെ 10,000 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള സമരമാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ മാത്രം സമരമല്ല. 3.25 കോടി മലയാളിക്ക്, അവന്റെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഈ കേരള മണ്ണിൽ സ്വതന്ത്രമായി നിൽക്കാൻ, ശുദ്ധവായു ശ്വസിക്കാൻ, മനുഷ്യരായി ജീവിക്കാൻ, മലയാളി എന്ന് പറയാൻ, മലയാളിയായി ജീവിക്കാൻ, സർവോപരി ഭാരതീയന്റെ എല്ലാ ഉൾത്തുടിപ്പുകളും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയുള്ള ഈ സമര പോരാട്ടത്തിൽ ഞങ്ങൾ മുന്നിട്ട് വരുമ്പോൾ, ഞങ്ങൾ മുന്നോട്ടിറങ്ങി വരുമ്പോൾ സമരത്തെ സഹായിക്കാൻ, മനസ്സുകൊണ്ട് മസ്തിഷ്കം കൊണ്ട് സഹായിക്കാൻ, പാതയോരങ്ങളിൽ നിന്ന് തലയിൽ കൈവച്ചു ഞങ്ങളെ പറയാകാതെ മനസ്സുകൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ, ഈ നാടിനു വേണ്ടിയുള്ള സമരമാണെന്ന് തിരിച്ചറിയാൻ, ഈ നാടിന്റെ നിലനിൽപ്പിനും നന്മയ്ക്കും വേണ്ടി സർവോപരി ഈ നാടിന്റെ സംസ്കാരത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണെന്ന് മനസ്സിലാക്കി ഈ സമരത്തെ അനുഗ്രഹിക്കാൻ, സഹായിക്കാൻ ഈ നാട് തയ്യാറാവണമേ എന്ന വിനീത
വിനയപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.